പാചകമൊക്കെ തുടങ്ങാൻ പോണ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിലൊരു വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. വെണ്ടയ്ക്ക തോരൻ എന്നും പറയാം, ഉപ്പേരി എന്നും പറയാം. അതിനായിട്ട് ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വെണ്ടയ്ക്ക. ഇത് 1/2 കിലോ വെണ്ടയ്ക്കയുണ്ട് കേട്ടോ. അത് ഇതുപോലെ കനം കുറച്ച്, നന്നായിട്ട് കനം കുറയ്ക്കേണ്ട, കുറച്ചൊരു കട്ടി വേണം. അതുപോലെ അരിഞ്ഞു വയ്ക്കാം. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ആവാം. എണ്ണ നന്നായി ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. എണ്ണ ചൂടാവുന്നതിന് മുമ്പ് കടുകിടരുത്, അപ്പോൾ കടുക് പൊട്ടില്ല. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. ആദ്യം മുളക് മൂത്തതിന് ശേഷം പിന്നെ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളത്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഈ ഉള്ളി ഒന്ന് കളർ മാറുന്ന വരെ നമുക്ക് വഴറ്റണം. ഉള്ളി ചെറിയ ഒരു ബ്രൗൺ കളർ വരെ ആവണ വരെ. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടാൽ കുറച്ചും കൂടെ വേഗത്തിൽ ഇത് മൊരിഞ്ഞ് കിട്ടും ഉള്ളി. ഒന്ന് കുറച്ച് കളർ മാറി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ എണ്ണ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചോട്ടോ, കുഴപ്പമില്ല. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. ഒന്നും കൂടെ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചാലും നല്ലതാണ്, അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. വെണ്ടക്കായ അരിയുമ്പോൾ അതിൽ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം ഉണ്ടായാൽ ഇത് ഇങ്ങനെ കുഴഞ്ഞിരിക്കുള്ളൂ, അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് ഉലർന്ന് കിട്ടില്ല. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ അത് തുറന്ന് ആ മുടിയിലുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ ഒഴിച്ചോ, കുഴപ്പമില്ല കേട്ടോ. തുറന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി തുറന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് നന്നായിട്ട് 5 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തോളൂ, അടിയിൽ പിടിക്കുന്നുണ്ടോയെന്ന് അറിയാൻ. അങ്ങനെയും വെണ്ടക്കായയിലെ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന അതിലെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് അത് ഉലർന്ന പോലെ ആകുമ്പോൾ നമ്മളതിലേക്ക് നാളികേരം ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 2-3 പിടി നാളികേരമാണ് ഇട്ട് കൊടുത്തത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ വെണ്ടക്കായയിൽ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. വേവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ തുറന്ന് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ വെന്ത് കിട്ടിക്കോളും. നല്ല ചള്ള് വെണ്ടക്കായാണ് ഇങ്ങനെ തോരൻ വയ്ക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. മൂത്ത വെണ്ടക്കായ ആണെങ്കിൽ അത്ര സ്വാദുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ബൈ.